സംസ്ഥാനത്ത് വ്യാജ അക്യുപങ്ക്ചർ ചികിത്സാ കേന്ദ്രങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്തുമ്പോഴും നടപടിയെടുക്കാനാകാതെ ആരോഗ്യവകുപ്പ്. ഇത്തരം കേന്ദ്രങ്ങളിലെ ചികിത്സയിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ഉറക്കത്തിലാണ്. വ്യാജ കേന്ദ്രങ്ങൾക്കെതിരെ അനവധി പരാതികൾ നൽകിയിട്ടും ഒരിടപെടലും ഉണ്ടാകുന്നില്ല. ആയുർവേദം കഴിഞ്ഞാൽ ഒരു നാച്ചുറോപ്പതി കോഴ്സ് കഴിഞ്ഞാൽ മാത്രം പോരാ. അത് മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ ഉള്ളവർക്ക് മാത്രമേ ശരിക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അങ്ങനെയുള്ളതല്ലാതെ, അങ്ങനത്തെ ഡോക്ടേഴ്സ് ഇല്ലാതെ കൂണുകൾ പോലെയാണ് കേരളത്തിൽ ആകമാനം ഇതുപോലുള്ള വ്യാജ അക്യുപഞ്ചർ ആളുകൾ ഈ ക്ലിനിക്കുകൾ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഇടപെടൽ എത്രയും പെട്ടെന്ന് വേണ്ട ഒരു സബ്ജക്റ്റാണ്. കാരണം ഇത് ആളുകളുടെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അറിയുന്ന മരണം ഇതാണെങ്കിൽ നമ്മൾ അറിയാത്ത കേസുകൾ ഉണ്ടാവാം. അതിനെല്ലാം ആളുകളെ വലിയ കോംപ്ലിക്കേഷനിലേക്ക് തള്ളിവിടുന്നുണ്ട്. തീർച്ചയായിട്ടും മെഡിക്കൽ ബോർഡിലേക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് പരാതികൾ എല്ലാ ദിവസവും ചെല്ലുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, നമുക്ക് അവരെ ആരെയും ഒന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ തക്കതായ നടപടികൾ എടുക്കാനോ പറ്റുന്നില്ല. ആളുകളുടെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് വലിയൊരു സിസ്റ്റമാണ്. അരുൺ കൊടുങ്ങൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഈ അക്യുപങ്ക്ചർ ചികിത്സാ കേന്ദ്രങ്ങളിൽ വലിയ വിശ്വസിച്ച് അവിടേക്ക് ചെല്ലുന്ന രോഗികളൊക്കെ ഇത്തരത്തിൽ മറ്റു വലിയ രോഗങ്ങളിലേക്കും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ സംഭവം ഗുരുതരമാണ്. പരാതികളേറെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇടപെടലുകൾ ഉണ്ടാകാത്തത്? അതുതന്നെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ, മലപ്പുറത്ത് ഒരാളുടെ ജീവൻ തന്നെ നഷ്ടമായത്, അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടു, അങ്ങനെ ഇത് ഒറ്റപ്പെട്ട സംഭവമായി ഒരിക്കലും നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴും നിർബാധം യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും പാലിക്കാതെ നിയമങ്ങളൊക്കെ തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ശക്തമായി തന്നെ നടക്കുകയാണ്. ഈ മുറി വൈദ്യം എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്ന രീതിയിലേക്ക് 3 മാസത്തെയും 5 മാസത്തെയും 1 വർഷത്തെയും ഒക്കെ തന്നെ കോഴ്സുകൾ പഠിച്ചതിന് ശേഷമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ നടത്തുന്നു. ഇതിന് യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ല. എത്തുന്ന ആളുകൾക്ക്, വിവിധ പ്രശ്നങ്ങളുമായി എത്തുന്ന ആളുകളെ മഹാരോഗികളാക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ തന്നെ ഇവിടേക്ക് ഉണ്ടാകുന്നു. പക്ഷേ പറയുന്ന പോലെ ഇത്തരത്തിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കാര്യമായ രീതിയിലുള്ള ചെറിയ പരിശോധനകൾ മാത്രം നടത്തിയതിനു ശേഷം ഈ വിഷയം വീണ്ടും വിടുകയാണ്. വലിയ രീതിയിലേക്കുള്ള ഒരു പൊതുജന ആരോഗ്യത്തിന് വിഘാതമാകുന്ന, വെല്ലുവിളിയാകുന്ന, തടസ്സമാകുന്ന ഒരു വലിയ പ്രവണത വന്നു തുടങ്ങിയിട്ട് പോലും എന്തുകൊണ്ട് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉചിതമായ, കൃത്യമായ, ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത്. പലതരത്തിലുള്ള പരാതികൾ സർക്കാരിന് മുന്നിൽ, ആരോഗ്യ വകുപ്പിന് മുന്നിൽ, മെഡിക്കൽ ബോർഡിന് മുന്നിൽ എത്തുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ ജീവഹാനി അടക്കം ഉണ്ടാകുന്ന സമയത്ത് ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ഇത്തരം കേന്ദ്രങ്ങൾ പൊട്ടിക്കും, അതോടെ തന്നെ ഇത്തരം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഉള്ള ഒരു നടപടിയും പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കൃത്യമായ ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളുകൾക്ക് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. വ്യാജൻ ഏതാണ്, യഥാർത്ഥ സർട്ടിഫിക്കറ്റോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണ്, യഥാർത്ഥ സർട്ടിഫിക്കറ്റോടെ ഉള്ള ഡോക്ടർമാർ ഏതാണ് എന്ന് പൊതുജനത്തിന് അല്ലെങ്കിൽ വിവിധ ആവശ്യങ്ങളുമായി ആശുപത്രികളിൽ എത്തുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സംവിധാനം കൂടിയാണ് ഉണ്ടാകുന്നത്. എന്തായാലും സർക്കാരിന്റെ അടിയന്തരമായുള്ള ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ എത്രയും വേഗം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇത് ഭാവിയിലേക്ക് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുന്ന ഒരു സംഭവമായി തന്നെ മാറാനുള്ള. ശരി, തീർച്ചയായും അരുൺ, ഇത് വളരെ പെട്ടെന്ന് തന്നെ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ വരേണ്ട ഒരു വിഷയം തന്നെയാണ്.